അതൊരു വലിയൊരു പ്രശ്നമാണല്ലോ. കാരണം ജീവിതത്തിൽ 3 പ്രാവശ്യമെങ്കിലും ഒരാൾ വായിച്ചാൽ മാത്രം ഈമാൻ പൂർണ്ണമാകും എന്ന് പറയുന്ന ആ തദ്കിറ ആകെ 500, 300, 800 കോപ്പി ഇറക്കിയിട്ടുള്ളൂ എന്നും അതിപ്പോഴും അവൈലബിൾ ആക്കുന്നില്ല, അതിൻ്റെ ട്രാൻസ്ലേഷൻ പോലും ലഭിക്കുന്നില്ല എന്നുള്ളതിൽ ഒരു ദുരൂഹത സ്വാഭാവികമായിട്ടും ആർക്കും ഉന്നയിക്കാം. ഈ വിഷയം കേരളത്തിലുള്ള നിങ്ങളുടെ സംവാദത്തിലൊക്കെ ഉയർത്തിയിട്ടുണ്ടോ? അങ്ങനെ പല കാര്യം കേൾക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളും 10-40 കൊല്ലമായില്ലേ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പല സ്റ്റേജിലും വളരെ ഭംഗിയായിട്ട് ചോദിച്ചിട്ടുണ്ട്. സ്വകാര്യമായ സംഭാഷണങ്ങളിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെല്ലുവിളി പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു 100 പ്രവചനങ്ങൾ എടുക്കുക, നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. അത് ഏതെങ്കിലും ഒന്ന് പുലർന്നു എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തിക്കൊള്ളാം. അത് എങ്ങും തൊടാത്ത പല പ്രവചനങ്ങളുണ്ട്. ഉദാഹരണത്തിന് കൽബ് യമൂത്ത് അലാ കൽബ് മിർസ ഒരു വഹിയായിട്ട് അവതരിപ്പിച്ചതാണ്. കൽബ് യമൂത്ത് അലാ കൽബ് പറഞ്ഞാൽ എന്താണ്? ഒരു നായ മറ്റൊരു നായയുടെ മേൽ ചാവുന്നതാണ്. അപ്പോൾ ഇവിടെ അദ്ദേഹം ഒരു വിശദീകരണം കൊടുക്കേണ്ടായി. കൽബ് എന്നാൽ അതിൻ്റെ അഭിജതി മൂല്യമനുസരിച്ച് 52ആണ്. അതുകൊണ്ട് ഒരാൾ 52-ാം വയസ്സിൽ എൻ്റെ ശത്രു മരിക്കുകയാണെങ്കിൽ ശത്രുവിൻ്റെ മരണമാണ് ഇവിടെ പ്രവചിക്കപ്പെട്ടത്. എന്നാൽ ആ ശത്രു ആരാണെന്ന് മൂപ്പർ പറഞ്ഞില്ല. അങ്ങനെ 1921 മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി മരിച്ചപ്പം അന്ന് മിർസ ഖാദിയാനി മരിച്ചതിന് ശേഷമാണ് അന്നത്തെ ഖലീഫ പറഞ്ഞു, ഇതാ മസീഹിൻ്റെ പ്രവചനപ്രകാരം മട്ടാലവി മരിച്ചിരിക്കുന്നു. മട്ടാലവിയുടെ പ്രവചനം കൃത്യമായിട്ട് അവധി വെച്ച് ഡേറ്റ് വെച്ച് പറഞ്ഞപ്പോൾ അത് സംഭവിച്ചില്ല. അത് നിങ്ങൾക്കിതിൽ വായിക്കാം, ബട്ടാലവിയുടെ മരണം. അത് വളരെ രസകരമായിട്ട് വായിച്ചു പോകാവുന്നൊരു സംഗതിയാണ്. ആ ബട്ടാലവി മരിച്ചപ്പോൾ ഖലീഫ പറയാണ് മിർസയുടെ പ്രവചനപ്രകാരമാണ്. ആ പ്രവചനം അതാണ് കൽബു യമൂത്ത് അലാ കൽബാണ്. എവിടെയെങ്കിലും ഒരു ചക്ക വീണ് മുയൽ ചത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിതൃത്തേറ്റെടുക്കുക എന്നുള്ളതാണ്. അതാണ് 1984 80കളിലാണെന്ന് തോന്നുന്നുണ്ട് സിയാവുല്ലക്ക് അധികാരത്തിൽ കയറിയപ്പോൾ ബൂട്ടോയെ കൊല്ലുന്നത്, ബൂട്ടോയ്ക്ക് വധശിക്ഷ കൊടുക്കുന്നത്. ആ വധശിക്ഷ നടത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രായം 52ആണ്. അപ്പോൾ അന്നത്തെ മുഹമ്മദ് ഉമർ എന്ന് പറഞ്ഞ ആൾ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ചീഫ് മിഷണറിയാണ്, എച്ച്.എ. മുഹമ്മദ് ഉമർ മൗലവി. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ബൂട്ടോ 1973 കാദിയാനികളെയും ലാഹോരികളെയും അമുസ്ലിം ന്യൂനപക്ഷമായി പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുത്തൽ നടത്തിയപ്പോൾ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. അദ്ദേഹം മരിക്കുന്ന 52-ാം വയസ്സിൽ മിർസയുടെ പ്രവചനപ്രകാരമാണ്, മസീഹിൻ്റെ പ്രവചനപ്രകാരമാണ്. ആ പ്രവചനം ഇതാണ്, ഏത് കൽബ് യമൂത്ത് അലാ കൽബ്. എന്നിട്ട് പറയുന്നു അവിടെ കൽബ് എന്നുള്ളത് വളരെ പ്രസക്തമാണ്. കാരണം UN-ൽ വെച്ച് ഇന്ത്യൻ നായ്ക്കൾ എന്ന് ആരെപ്പറ്റി പറഞ്ഞ, ഇന്ത്യക്കാരെക്കുറിച്ച് പറഞ്ഞ ആളാണ് ബൂട്ടോ. അപ്പോൾ ആ നായ എന്നുള്ള പദം അവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ മിർസ മരിച്ചതിന് ശേഷം ജനിച്ച ആളാരാണ് ആര്? സുൽഫിക്കർ അലി ബൂട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം മിർസ പ്രവചിച്ചിട്ടുണ്ട്. ഞാൻ ആലോചിച്ച് 52 വയസ്സ് കഴിഞ്ഞ സ്ഥിതിക്ക് ആ പ്രവചനത്തിൽ ഞാൻ ഉൾക്കൊള്ളില്ല. 52 വയസ്സിൽ മരിക്കുന്ന ആരുടെ മേലും ഇത് അപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഷാത്താനി യദ്ബഹാനി കുല്ലുമൻ അലിഹ ഫാൻ, 2 ആടുകൾ അറുക്കപ്പെടും. അത് ആദ്യകാലത്ത് ഒരു കൂട്ടരെ പറ്റി പറഞ്ഞു. അതേ മിർസ തന്നെ അത് മാറ്റി വേറെ 2 ആളുകളുടെ പേരിലേക്ക് പറഞ്ഞു. ഇതുപോലെ ഒരുപാട് അത്തരം വചനങ്ങൾ പുലർന്നതായിട്ട് അവർക്ക് കാണിക്കാൻ കഴിയും. ഞാൻ പറയുന്നത് സ്പെസിഫിക് നാളെ ഇന്ന സംഗതി സംഭവിക്കും അല്ലെങ്കിൽ ഇന്ന ദിവസത്തിൽ സംഭവിക്കും എന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് തെളിഞ്ഞതായിട്ട് മരണമാകാം. അതെ, ബട്ടാലവിയുടെ മരണം പ്രവചിച്ച പോലെ അത് വളരെ സ്പെസിഫിക് ആണ്. ഇന്ന ആള് ഇത്രാം തീയതി മരണപ്പെടും എന്ന് പറയുന്നത് ഒരു കൃത്യമുള്ള പ്രവചനം. അത്തരം ഒരു പ്രവചനം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഞാൻ കാദിയാനിസത്തിനെതിരിൽ ഇതുവരെ ചെയ്തതിനൊക്കെ മാപ്പ് പറയാം, ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യാം. ഇത് ഞാനത് വെറുതെ പറയുന്നതല്ല. ഒരുപാട് പ്രവചനങ്ങൾ
ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ചില പ്രവചനങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. അതാണ് ഇതിൽ വേറെ. ചക്ക വീണ് മുയൽ ചത്തത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അബദ്ധത്തിലൊക്കെ ചിലത് എങ്കിലും സംഭവിച്ചു പോകാന്നുള്ളൊരു സാധ്യത. അതുപോലും അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. തദ്ക്കിറ വായിച്ചപ്പോൾ അതിൽ കുറേ വഴികൾ, അതിനോടനുബന്ധിച്ചുള്ള പ്രവചനങ്ങളും നമുക്ക് വായിക്കാൻ കഴിയും. മുഖ്യമായ പ്രവചനങ്ങൾ ഞാൻ നേരത്തെ സമാഹരിച്ച പുസ്തകങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് രണ്ടെണ്ണം കൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് സാമ്പിളിന് വായിക്കാം. പക്ഷെ അതിനു മുമ്പ് ഒന്ന് രണ്ട് ടിപ്പുകൾ. ഒരു യാത്രയിലെ നഷ്ടം ഒരു വഴിയാണ്. 1887 ഒരു ഇൽഹാമുണ്ടായി, അതിൻ്റെ സാക്ഷാത്കാരവും ഉണ്ടായി. അതിങ്ങനെയാണ് പറയുന്നത്: ഒരിക്കൽ ഷെയ്ഖ് ആമിദ് അലി, ഗുലാം നബി എന്നിവരോടൊപ്പം ഗുർദാസ്പൂർ ജില്ലയിലെ കുഞ്ചുറാനിൽ പോകേണ്ട ആവശ്യം വന്നു. രാവിലെ പോകാൻ ഉദ്ദേശിച്ചപ്പോൾ തന്നെ ഒരു ഇൽഹാം അവതരിച്ചു: ഈ യാത്രയിൽ നിനക്കും നിൻ്റെ കൂട്ടുകാരനും എന്തെങ്കിലും നഷ്ടം സംഭവിക്കും. നല്ലൊരു വഴിയാണത്. എന്നുവെച്ചാൽ ഒരു യാത്ര പുറപ്പെടാൻ നേരത്ത് ഈ യാത്രയിൽ എന്തെങ്കിലും നഷ്ടം സംഭവിക്കും എന്നാണ് അള്ളാഹുവിൻ്റെ അറിയിപ്പ്. സ്വാഭാവികമായിട്ടും നമ്മൾ കാതോർക്കും, എന്താണ്, പേഴ്സ് നഷ്ടപ്പെട്ടു പോയോ, അല്ലെങ്കിൽ ബാഗ് അടിച്ചു പോയോ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട, അതിൻ്റെ ബാക്കി പറയുന്നുണ്ട്. ഷെയ്ഖ് ഹാമിദ് അലിയുടെ തട്ടവും എൻ്റെ ഒരു ടവലും നഷ്ടപ്പെട്ടു. അന്നേരം ഹാമിദ് അലിയുടെ കയ്യിൽ ആ ഒരു തട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഈ സാക്ഷാത്കാരത്തിൻ്റെ സാക്ഷികളാണ്, പ്രവചന സാക്ഷാത്കാരത്തിൻ്റെ സാക്ഷികളാണ് അവർ. അപ്പോൾ ഇങ്ങനത്തെ പ്രവചനങ്ങളാണെങ്കിൽ പോലും ഞാൻ സമ്മതിക്കും. ഞാൻ അതിനു വേണ്ടി അത് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ വാഗ്ദാനത്തിൽ ഇത്തരം പ്രവചനങ്ങളാലും മതി, പക്ഷെ അതിൽ സാക്ഷികൾ നമ്മുടെ മുമ്പിൽ വന്ന് പറയണം. നേരത്തെ പറഞ്ഞിരുന്നു, അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതിപ്പോൾ ആർക്കും എഴുതി വെക്കാവുന്നൊരു സംഗതിയാണ്. അതല്ല, നേരത്തെ എവിടെയെങ്കിലും എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണിച്ചു തരണം. അതിൻ്റെ ശേഷം സംഭവിച്ചതായിട്ട് അത് പറയുകയും വേണം. ഒക്കെ നടന്നതിന് ശേഷം അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ പോരാ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് സംഭവിച്ചതായിരിക്കാം. അതുപോലെ അത് പ്രൂവ് ചെയ്യണം അത് നടന്നിട്ടുണ്ട് എന്നുള്ളത്. ഇതുപോലെ ഒരു യാത്രാരംഭത്തിൽ ഒരു നഷ്ടവും അതിനുള്ള ദുഃഖവും ഉണ്ടാകുമെന്ന് ഇൽഹാം അവതരിക്കുകയും ഒരു ഇംഗ്ലീഷുകാരൻ പറഞ്ഞത് കേട്ട് ലുധിയാന റെയിൽവേ സ്റ്റേഷനാണെന്ന് കരുതി കാട്ടിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയും ഒത്തിരി പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്തു എന്നാണ് അടുത്ത വഴിയായിട്ട് 157 പേജിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ പണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഒരു ഊമക്കത്ത്, ഒരു കത്ത് വരാറുണ്ടായിരുന്നു. ഈ കത്തിനനുസരിച്ച് കത്തിൻ്റെ 10 കോപ്പി അടിച്ചിറക്കിയിട്ടില്ലെങ്കിൽ വാഴ നശിച്ചു പോകും, അടിച്ചിറക്കിയ ആൾക്ക് ലോട്ടറി അടിച്ചു എന്നൊക്കെ ടൈപ്പിലൊരു റേഞ്ചിൽ നിന്നൊരു സാധനമായിട്ടാണ് എനിക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ തോന്നുന്നത്. ഇതിൽ എൻ്റെ ഒരു കമൻറ്റ് ഞാനിങ്ങനെ എഴുതിയിട്ടുള്ളത്: ഇത്തരം അബദ്ധങ്ങൾ ഇൽഹാം ലഭിക്കാത്തവർക്കും പലപ്പോഴും ഉണ്ടാകും. ആ വിവരം തനിക്ക് നേരത്തെ ദൈവത്തിൽ നിന്ന് ലഭിച്ചിരുന്നു എന്ന അവകാശവാദമാണ് മിർസയുടേത്. അതൊക്കെ വായിച്ചിട്ടാവുമോ ഈ സാധുക്കൾ ഖാദിയാനി മതം സ്വീകരിച്ചിരിക്കുക? അത് വെറുതെ പറഞ്ഞതാണ് ഞാൻ. എനിക്കറിയാം അവരാരും ഇത് വായിച്ചു നോക്കിയിട്ടില്ല. തദ്ക്കിറയുടെ ഒരു കോപ്പി തേടി ഞാൻ ഖാദിയാനികളെ സമീപിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. അവസാനം ബോംബെയിലെ ഒരു സുഹൃത്ത്, എൻ്റെ ഖാദിയാനിസം വിട്ട ഒരാൾ, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തദ്ക്കിറയുടെ കോപ്പി അല്ലെങ്കിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഉണ്ട്, അതിൽ നിന്നെടുത്ത് ഭംഗിയായിട്ട് ബൈൻഡ് ചെയ്ത് എനിക്ക് അയച്ചു തരികയുണ്ടായത്. ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ കൊടുത്തേക്ക് ചെയ്ത് ആ തദ്ക്കിറാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇവരുടെ കയ്യിൽ ഇത് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി എടുക്കാൻ വേണ്ടി അതൊരു വലിയൊരു പ്രശ്നമാണല്ലോ. കാരണം ജീവിതത്തിൽ 3 പ്രാവശ്യമെങ്കിലും ഒരാൾ വായിച്ചാൽ മാത്രമേ ഈമാൻ പൂർണ്ണമാകും എന്ന് പറയുന്ന ആ തദ്ക്കിറ ആകെ 500, 300, 800 കോപ്പി ഇറക്കിയിട്ടുള്ളൂ എന്നും അതിപ്പോഴും അവൈലബിൾ ആക്കുന്നില്ല, അതിൻ്റെ ട്രാൻസ്ലേഷൻ പോലും ലഭിക്കുന്നില്ല എന്നുള്ളതിലൊരു ദുരൂഹത സ്വാഭാവികമായിട്ടും ആർക്കും ഉന്നയിക്കാവും. പിന്നെ ഒരു പുസ്തകത്തിൽ ഒരു ഉൽക്കവീഴ്ചയെക്കുറിച്ചുള്ള ഒരു പ്രവചനമുണ്ട്. ആ പുസ്തകം എന്താണെന്ന് ഞാൻ പറയാം. ഇത് തദ്ക്കിറയിൽ നിന്നാണ് എടുത്തത്. 1885 നവംബർ 22 രാത്രി ആകാശത്ത് ഒരുപാട് വാൽനക്ഷത്രങ്ങൾ കാണപ്പെട്ടു. ഞാൻ അങ്ങനെ ഒരു കാഴ്ച ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആകാശത്തിൻ്റെ അന്തരീക്ഷമാകെ ജ്വാലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു. വിവരിക്കാൻ മുൻ മാതൃകകളില്ല. ഇപ്പോൾ എനിക്ക് വളരെ കൂടുതലായി ഇൽഹാമുകൾ അവതരിച്ചു. അപ്പോൾ
നീ ഏതൊന്നെറിഞ്ഞുവോ അത് നീയല്ല എറിഞ്ഞത്, തീർച്ചയായും അള്ളാഹുവാണ് എറിഞ്ഞത്. അതെ. യൂറോപ്പിലും അമേരിക്കയിലും ഏഷ്യയിലുമുള്ള പത്രങ്ങൾ ഈ സംഭവം പ്രാധാന്യപൂർവ്വം റിപ്പോർട്ട് ചെയ്തു. ജനങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചില്ല. പക്ഷേ അള്ളാഹുവിനറിയാം ഈ കാഴ്ച വളരെ താല്പര്യത്തോടെ നോക്കുകയും ആസ്വദിക്കുകയും ചെയ്ത ഒരാളായിരുന്നു ഞാൻ. കാരണം അദ്ദേഹത്തിന് ഇതിൽ താല്പര്യമുള്ളൂ. ഉൽക്കവീഴ്ചയാണ് സംഭവം. ഞാൻ അതിൽ കണ്ണു നട്ടിരുന്നു. നിനക്കായി ഇതാ ഒരു അടയാളമെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇട്ടു തന്നു. പിന്നീട് യൂറോപ്പിലെ ആളുകൾക്കും ഈ അടയാളം ദൃശ്യമായി. നിൻ്റെ സത്യതക്കുള്ള മറ്റൊരു അടയാളമാണ് ഈ നക്ഷത്രമെന്ന് എന്നെ തോന്നിപ്പിച്ചു. 135-136 പേജുകളിലാണുള്ളത്. യഥാർത്ഥത്തിൽ 885 അദ്ദേഹം പ്രവാചകത്വം വാദിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്നാലും തനിക്കുള്ള അടയാളമാണ് എന്ന് അയാൾക്ക് തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിട്ടാണ്. മാത്രമല്ല ഇത് മറ്റുള്ളവരൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. പത്രത്തിൽ വന്നു എന്നൊക്കെ പറയുന്നത് ആ പത്രത്തിൻ്റെ പേജ് ഇതിൽ കൊടുത്തുകൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളതിനൊരു തെളിവും ഇല്ല. അല്ല, ഒരു സാധാരണ നടക്കുന്ന ഒരു പ്രകൃതി പ്രതിഭാസം അതേ ഉള്ളൂ. കാണുമ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് ഇത് തനിക്കുള്ള അടയാളമാണ്. പിന്നെ ഒരു പ്രമാണം 185-ാമതായി ചേർത്ത 887 ഒരു വെളിപാട്. ഭഗത് റാമിൻ്റെ മകൻ ബൈജുനാഥ് ബ്രാഹ്മണനുമായി ബന്ധപ്പെട്ട കശ്ഫിയായ നിലയിൽ ഒരു വിവരം. ഒരു വർഷത്തിനുള്ളിൽ ഒരു ദുര്യോഗം ഉണ്ടാവാൻ പോകുന്നു, ഒപ്പം സന്തോഷകരമായ ഒരാഘോഷവും. ഒരു വർഷത്തിനകം സംഭവിക്കാൻ പോകുന്ന അതിനെപ്പറ്റി ഒന്നും വേറെ വിശദീകരണമൊന്നുമില്ല. ഒരു ദുഃഖകരമായ സംഭവം ഒരു ദുര്യോഗം ഉണ്ടാകാൻ പോകുന്നു. അത് ഭഗത് റാമിൻ്റെ മകൻ ബൈജുനാഥുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞത് ഒരു ആശ്വാസമുണ്ട്, ഒരാളെ ബന്ധിപ്പിക്കുന്നുണ്ട്. ഈ പ്രവചനത്തിൽ അയാളുടെ ഒപ്പിടിച്ചു, ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്. സംഭവം ഇതാണ്: ഒരു വർഷം കഴിഞ്ഞില്ല, അയാളുടെ പിതാവ് യുവത്വത്തിൽ തന്നെ മരണപ്പെട്ടു. അന്ന് തന്നെയായിരുന്നു ആരുടെയോ വിവാഹവും. ആരുടെ വിവാഹമാണെന്നും അറിയില്ല. ഒരു വെളിപാടാണിത്. വരാൻ പോകുന്ന ഒരു വിഷമകരവും സന്തോഷകരമായ 2 കാര്യങ്ങൾ. ഒന്ന്, പിതാവിൻ്റെ മരണമായിരുന്നു ബൈജുനാഥുമായിട്ട് ബന്ധപ്പെട്ടത്. അയാൾ ഒപ്പിടിച്ച് വെച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ദുരന്തം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. മരണമാണോ, പങ്കെടുക്കേണ്ട സന്തോഷകരമായ സംഗതി എന്താണ്, കല്യാണമാണോ, ആ കല്യാണം ആരുടേതാണെന്നോ ഇതൊന്നും പറയാതെയാണ് ഈ സംഗതി ഉള്ളത്. അതേപോലെ ഒരു പ്രവചനം. ഇയാൾ ഇങ്ങനെ പുറത്തിറങ്ങി പോവുകയാണ്, നമസ്കരിക്കാൻ പോവുകയാണ്. അപ്പോൾ ളുഹർ നമസ്കരിക്കാൻ നേരത്തൊരു ഇൽഹാം, നീ വേദനിക്കുന്ന ഒരു തുട കാണും. ഞാൻ ഇത് ഷെയ്ഖ് ഹാമിദ് അലിയെ കേൾപ്പിച്ചു. പിന്നെ ഒട്ടും വൈകാതെ ഞാൻ നമസ്കരിക്കാനായി പള്ളിയിലേക്ക് പുറപ്പെട്ടു. അയാളും എന്നോടൊപ്പം കോണി ഇറങ്ങി. അപ്പോൾ 2 കുട്ടികൾ കുതിരപ്പുറത്ത് വരുന്നു. 20 വയസ്സുള്ള ഒരാളും ഒരാൾ ചെറുതും. ഞങ്ങളുടെ അടുത്തേക്ക് വന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ഇവൻ എൻ്റെ സഹോദരനാണ്, ഇവൻ്റെ തുടയിൽ ഒരു വല്ലാത്ത വേദനയുണ്ട്, അതിനുള്ള ചികിത്സ അന്വേഷിച്ചാണ് വന്നത്. ഞാൻ ഹാമിദ് അലിയോട് പറഞ്ഞു, നീ സാക്ഷിയാവുക, 2-3 മിനിറ്റുകൾക്കകം പ്രവചനം പുലർന്നതിന്. ഇതാണ് പുലർന്നു എന്ന് പറയുന്ന ഒരു പ്രവചനം. അങ്ങനെ എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ഭാഗം ഒരു പുസ്തകമായിട്ട് തന്നെ വരാൻ പോകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തദ്കിറയുമായിട്ട് ബന്ധപ്പെട്ട പ്രവചനങ്ങൾ ഒരു 100-300 പേജുള്ള ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കുന്നു. അപ്പം വളരെ വിശദമായിട്ട് അത് വായിക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു അളിയൻ്റെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവചനമാണ്. ഒരു ദിവ്യ സ്വപ്നം ഭംഗിയായി പുലർന്നത് ഇങ്ങനെയായിരുന്നു. 1905 ഫെബ്രുവരി 5 തിങ്കളാഴ്ച ബലിപെരുന്നാൾ ദിവസം ഹസ്രത്ത് മസീഹ് ഒരു സ്വപ്നം കണ്ടതായി പറഞ്ഞു. മീർ നാസർ നവാബിൻ്റെ മകൻ മിയാൻ മുഹമ്മദ് ഇസാഖും മൻസൂർ മുഹമ്മദിൻ്റെ മകൾ സ്വാലിഹയും തമ്മിലുള്ള വിവാഹത്തിന് തയ്യാറെടുപ്പുകൾ നടക്കുന്നു. പേജ് 588. അന്ന് തന്നെ മസ്ജിദുൽ അക്സയിൽ വെച്ച് ഹുസൂറിൻ്റെ സാന്നിധ്യത്തിൽ ഹക്കീം നൂറുദ്ദീൻ ഈ വിവാഹത്തിൻ്റെ പ്രഖ്യാപനം നടത്തി എന്ന അടിക്കുറിപ്പ്. അപ്പോൾ പ്രവചനം പുലർന്നു. അദ്ദേഹത്തിന് ഉണ്ടായ പ്രഖ്യാപനം എന്താണ് നടക്കാൻ പോകുന്നുണ്ട്. ഈ നാസിർ നവാബ് എന്ന് പറയുന്നത് ഭാര്യയുടെ പിതാവാണ്. അയാളുടെ മകൻ മിയാൻ മുഹമ്മദ് എന്ന് പറയുന്നത് ഇയാളുടെ അളിയനാണ്. അളിയൻ്റെ കല്യാണം നടക്കുന്നതാണ് പ്രവചനം. അത് പുലർന്നത്, അത് പ്രഖ്യാപനം നടത്തി പെരുന്നാൾ പിറ്റേന്നുള്ളതാണ്. ഇനി അതേപോലെ ഒന്നുകൂടി വായിച്ച് അവസാനിപ്പിക്കാം. ലാഹോറിൽ ഒരു കുട്ടിയുടെ മരണം. കാദിയാന് അധികം ദൂരത്തല്ല ലാഹോർ, ഇപ്പോൾ 2 രാജ്യങ്ങളിലാണെന്നേ ഉള്ളൂ. ലാഹോറിൽ നിന്ന് ഒരു ദുഃഖവാർത്ത വന്നു എന്നാണ് ഇൽഹാം.
1907 സംഭവം. നമ്മുടെ സുഹൃത്തുക്കളുടെ സ്ഥിതി അന്വേഷിക്കാനായി ഞാൻ ഒരാളെ ലാഹോറിലേക്ക് അയച്ചു. ലാഹോറിൽ ഇദ്ദേഹത്തിന് കുറച്ച് അനുയായികളുണ്ട്. അവിടെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാര്യം വിവരം കിട്ടി. 718 പേജിൽ പറയണത്. അങ്ങനെ ബദർ പത്രത്തിൻ്റെ എഡിറ്റർ ഇത് എഴുതി ചേർത്തുകൊണ്ട് ഒരു കുറിപ്പ് കൊടുക്കുകയാണ്. അല്പ ദിവസങ്ങൾക്ക് ശേഷം ഒരു വിവരം വന്നു. രോഗിയായ ഒരു കൊച്ചുകുട്ടി ലാഹോറിൽ മരണപ്പെട്ടിരിക്കുന്നു. അത് ഇതിൻ്റെ അടിക്കുറിപ്പിൽ കൊടുക്കുന്നു. ലാഹോർ വലിയൊരു നഗരമാണ് അന്നും ഇന്നും. ആ ലാഹോറിലാണ് ഒരു കൊച്ചുകുട്ടി മരിച്ച വിവരം അന്വേഷിച്ചറിയുന്നത്. ആ കുട്ടി ആരാണ്? ആ ഖാദിയാനിയുടെ കുട്ടിയാണോ ആരുടെ കുട്ടിയാണോ ഒന്നും അറിയില്ല. ഞാനെങ്കിലും എന്തായാലും ഇദ്ദേഹത്തിന് ഒരു വലിയ ദുഃഖവാർത്തയായിട്ടാണ് ഇൽഹാം വന്നിട്ടുള്ളത്. അതിൻ്റെ വിശദീകരണമാണിത്. പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അങ്ങനെ ഒരു സംഭവം നേരത്തെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ കൃത്യത വേണം. അതാണ് ഒരു പ്രവാചകൻ. പിന്നെ ഈ ഒരു കുട്ടി മരിക്കുന്നത് ഇത്ര വലിയ ദുഃഖവാർത്തയാകുന്നത് ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ കുടുംബത്തിലുള്ള ആളോ ആയിരിക്കണം, അതൊന്നുമല്ല. അതിന് ഒരാളുടെ ഒരു വഹി വന്ന അദ്ദേഹത്തിന് 897 ഡിസംബറിൽ ഹസ്രത്ത് സാഹിബിന് 4-5 അനുയായികളുടെ വിധികൾ തലയിലെഴുത്ത് അള്ളാഹു കാണിച്ചു കൊടുത്തു. അതൊരു വലിയ സംഭവമാണ്. 4-5 ആളുകളുടെ തലയിലെഴുത്ത് കാണിച്ചു കൊടുക്കുകയാണ്, സ്വന്തം അനുയായികളുടെ. അതായത് വിധിയാണത്, തഖ്ദീർ. അതിൽ ഒരാളുടെ ആയുസ്സിൽ 4 വർഷമേ ബാക്കിയുള്ളൂ. പക്ഷേ അത് അദ്ദേഹം വിശദീകരിച്ചില്ല. അല്ല, അത് പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ 4 ആളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് 4 വർഷമേ ആയുസുള്ളൂ. ആരാണെന്നൊന്നും പറയുന്നില്ല. 4 ആരാന്ന് പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുന്നത്, പിന്നെ ഏതായാലും വഹികളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വഹികളെ കുറിച്ചും ഇൽഹാമുകളെ കുറിച്ചും പ്രവചനങ്ങളെ കുറിച്ചുമുള്ള മുസ്ലിം സമൂഹത്തിന്റെ ഒരു പ്രാഥമിക ബോധം മാറ്റി വെച്ചുകൊണ്ടായിരിക്കണം ഇത് വായിക്കാൻ പോകേണ്ടതെന്ന് മാത്രമാണ്. അതെ അതെ. ഇത് ഒരു 10 അധ്യായങ്ങളിലായിട്ട് 300ഓളം പേജുകളിൽ ഉള്ള ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാ അത് വായിക്കുമ്പോൾ തദ്കീർ എന്താണെന്നുള്ളതും മിർസ സാഹിബിന് വന്ന വഹികൾ എങ്ങനത്തതാണെന്നൊക്കെ മനസ്സിലാക്കാൻ ഇൻഷാ അല്ലാ കഴിയും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി 1-2 പ്രവചനങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു സാമാന്യനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ മുഖ്യമായ പ്രവചനങ്ങൾ ഒരുപാട് ആളുകളുടെ മരണം പ്രവചിച്ചതാണ്. അതിൽ ചിലത് നമ്മൾ കണ്ടു. മുഹമ്മദ് ബീഗത്തിൻ്റെ പിതാവിൻ്റെയും ഭർത്താവിൻ്റെയും, അങ്ങനെ ഒരുപാട് ആളുടെ, മാർട്ടിൻ ക്ലർക്ക്, പിന്നെ അബ്ദുള്ള ആദം, അങ്ങനെയുള്ള പലരുടെയും മരണങ്ങൾ, അതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കാവുന്ന സോഴ്സുകൾ ഇപ്പോഴുണ്ട്. ഞാനെല്ലാം കൂടെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ പകരക്കാരനായിട്ട് ഈസാ അലൈഹി ഇസ്ലാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വിവാഹം കഴിക്കുകയും കുട്ടികളുണ്ടാകും. അതിലൊരു കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയാനുള്ളത്. 1886 ഫെബ്രുവരി 20 അദ്ദേഹത്തിന് ഒരു വഹി ലഭിക്കുന്നത്. അതിൽ ഒരു വളരെ അതിശയനായ ഒരു കുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് ഗുണങ്ങൾ അതിൽ പരാമർശിക്കുന്നുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഭൂമിയിലേക്ക് ഇറങ്ങിയതുപോലെ എന്നുപോലും അത് പരാമർശിക്കുന്നുണ്ട്. ഈ വാഗ്ദത്ത പുത്രൻ ജനിക്കും, അത് ഈ ഗർഭത്തിൽ അല്ലെങ്കിൽ അടുത്ത ഗർഭത്തിൽ എന്ന് പറഞ്ഞു. പിന്നെ അതിനൊരു ആ 2 ഗർഭത്തിലും പെൺകുട്ടികളുണ്ടായപ്പോൾ ചോദ്യം വന്നു, എന്താണ് ഒരു പെൺകുട്ടി ഉണ്ടായി, ഒരു ആൺകുട്ടി ഉണ്ടായി, അത് മരിച്ചും പോയി, മുബാറക് അഹമ്മദ്. അതോടുകൂടി ചോദ്യങ്ങൾ വന്നു, എന്താണ് ഈ കുട്ടി എവിടെ, വാഗ്ദത്ത പുത്രൻ എവിടെയെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ഗർഭകാലം കൊണ്ട് വരുന്ന ആദ്യം പറഞ്ഞത്. ആ ഗർഭകാലം ചിലപ്പോൾ 9 കൊല്ലം വരെ നീണ്ടു നിൽക്കാം. അതെന്ത് ആനയുടെ ഗർഭമാണെന്ന് നമുക്കറിയില്ല. ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഒടുവിൽ സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കുട്ടി, ഒരുപാട് കുട്ടികളുണ്ടായിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം പറഞ്ഞ് അതിൻ്റെ ഗുണങ്ങളൊക്കെ കൂടി പറഞ്ഞു, അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴൊന്നും അദ്ദേഹത്തിന് ഇതാണ് എൻ്റെ വാഗ്ദത്ത പുത്രൻ എന്ന് പറഞ്ഞ് മുമ്പോട്ട് വെക്കാൻ സാധിച്ചില്ല. ഒടുവിൽ അദ്ദേഹം, എത്ര മക്കളുണ്ട് അദ്ദേഹത്തിന്? 10 മക്കൾ 2ാം ഭാര്യയിൽ ഉണ്ടായിട്ടുണ്ട്. മൊത്തം 2 ഭാര്യമാരാ? അതെ, 2 ഭാര്യമാർ. ഒരു ഭാര്യയിൽ സ്വർഗീയ വിവാഹമുണ്ട്. അത് സംഭവിക്കാതെ പോയ സംഗതി. അപ്പോൾ അതിൽ ഇത് സംബന്ധമായിട്ട്
ഒരു കൺക്ലൂഷൻ സീറത്തുൽ മഹ്ദിയിൽ മകൻ ബഷീർ അഹമ്മദ് പറയുന്നുണ്ട്. നമുക്ക് അത് മാത്രം വായിച്ചാൽ ഇതിൻ്റെ ആശയം പിടികിട്ടും. അതിൽ പറയുന്നത് 1886 തുടക്കത്തിൽ ദൈവകൽപ്പന പ്രകാരം 40 ദിവസത്തെ ഏകാന്തവാസത്തിനും ദൈവസ്മരണയ്ക്കും വേണ്ടി മസീഹ് ഹോഷിയാർപൂരിൽ താമസിച്ചു. അന്ന് അള്ളാഹു അതിശക്തമായ ഒരു ഇൽഹാമിലൂടെ ലോകപ്രശസ്തി നേടുന്നവനും മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കാൻ ശക്തനുമായ ഒരു പുത്രനെപ്പറ്റി സുവിശേഷം അറിയിച്ചു. ഫെബ്രുവരി 20 പരസ്യം കണ്ട് ജനങ്ങൾ ശ്രദ്ധാപൂർവം കാതോർത്തു. ഇസ്ലാമിൻ്റെ ശത്രുക്കളെ നിഗ്രഹിക്കുന്ന വാഗ്ദത്ത മഹ്ദിയാണ് അവനെന്ന് വരെ ആളുകൾ പറഞ്ഞു. പ്രവചനത്തിൻ്റെ തീവ്രത കണ്ട് പകച്ചുപോയ ചിലർ തങ്ങളുടേതായി ഒന്നും കൂട്ടിച്ചേർക്കാതെ അഭാവത്തിൽ നിന്നും പ്രഭാവത്തിലേക്കുള്ള അവൻ്റെ പ്രയാണം കാത്തുനിന്നു. അന്യമതസ്ഥർ പോലും പ്രവചനം കേട്ട് ഞെട്ടിപ്പോയി. സീറത്തുൽ മഹ്ദിയിലാണ് ഇതിൻ്റെ വിശദീകരണം. 1886 മേയിൽ ഒരു കുട്ടി ജനിച്ചു. അള്ളാഹു തൻ്റെ ദാസന്മാരുടെ വിശ്വാസത്തെ പരീക്ഷിക്കാറുണ്ട്. ഇവിടെ ജനിച്ചത് ഒരു പെൺകുഞ്ഞായിരുന്നു. അനുചരന്മാരിൽ നിരാശയും എതിരാളികളിൽ ആവേശവും തിരതല്ലി. ചിലർ മസീഹിനെ തള്ളിപ്പറഞ്ഞു. പ്രതീക്ഷിക്കുന്ന പുത്രൻ ഈ ഗർഭത്തിലാവണമെന്ന് ഇൽഹാം നിഷ്കർഷിക്കുന്നില്ല എന്ന വിശദീകരണം അനുയായികൾക്ക് ആശ്വാസമായി. 887 ആഗസ്റ്റിൽ ഒരാൺകുട്ടി ജനിച്ചതോടെ ആഹ്ലാദത്തിൻ്റെ അമിട്ടുകൾ പൊട്ടി. ലഡു പൊട്ടി എന്ന് പറയപ്പോലെ. ഇതാ വാഗ്ദത്ത പുത്രൻ എന്നവർ സമാധാനിച്ചു. ഇടയാട്ടമുള്ളവർ സ്ഥൈര്യത നേടി. മസീഹും അവൻ്റെ വാഗ്ദത്ത പുത്രനെന്ന് കരുതി പൊതുജനം വീണ്ടും ഇസ്ലാമിലേക്ക് തിരിഞ്ഞു. ഇയാൾ എഴുതുന്ന വിചാരിച്ച് ഇസ്ലാം വിട്ടുപോയത് ഈ കുട്ടിയെ കാണാഞ്ഞിട്ടാണ്. ദൈവവിധി എന്ന് പറയട്ടെ, 1 വർഷം തികയുന്നതിന് മുമ്പേ ആ കുട്ടി മരണപ്പെട്ടു. അതിനെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് കത്തുകളൊക്കെ എഴുതുന്നുണ്ട്, പരസ്യങ്ങളൊക്കെ, അള്ളാഹുവിൻ്റെ പരീക്ഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതൊന്നും നമ്മൾ വായിക്കുന്നില്ല. ശക്തമായ പ്രളയമുണ്ടായി. കടുത്ത ഭൂകമ്പം അനുഭവപ്പെട്ടു. അബ്ദുള്ള സന്നൂരിയുടെ ഭാഷയിൽ ലോകം മുമ്പോ പിമ്പോ കണ്ടിട്ടില്ലാത്ത പ്രകമ്പനം. ഈ അനിശ്ചിതാവസ്ഥയിൽ വിശ്വാസികൾ പോലും പതറിപ്പോയി. അപ്പോൾ ഈ ഭൂകമ്പമുണ്ടായി, പ്രളയമുണ്ടായി എന്നൊക്കെ പറയുന്നത് എന്താണ്? ഭാഷാപ്രയോഗമാണ്. അതായത് അവരുടെ അഹമ്മദിയ ജമാഅത്തിലാണ് ഈ സംഗതിയൊക്കെ ഉണ്ടാകുന്നത്. അവനാകെ എന്തായിപ്പോയി, ഈ ഒരു പ്രവചനം ഫലിച്ചില്ലല്ലോ എന്ന ഒരു ആശങ്കയും പ്രയാസവും മനപ്രയാസവും കൂടെ 87. അപ്പോൾ ചോദ്യമുണ്ട്, അദ്ദേഹം എന്താണെന്ന് വാദിച്ചിരുന്നത് എന്ന ചോദ്യം ബാക്കിയുണ്ട്. ഏതായാലും കത്തുകളും പരസ്യങ്ങളും ഉപയോഗിച്ച് അനുയായികളെ പിടിച്ചു നിർത്താൻ മസീഹ് പാടുപെട്ടു. ചില ഇൽഹാമുകളിലെ ഗുണഗണങ്ങൾ ഇവനിൽ ദർശിച്ചപ്പോൾ അക്കാര്യം പറഞ്ഞതായിരുന്നു. വാഗ്ദത്ത പുത്രൻ ഇവനാണെന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്ന വചനം ചിലരെയെങ്കിലും ആശ്വാസം കൊള്ളിച്ചു. എതിരാളികളാകട്ടെ സന്തോഷത്താൽ ശ്വാസം മുട്ടി. പൊതുജനം വാഗ്ദത്ത പുത്രന് വേണ്ടിയുള്ള കാത്തിരിപ്പ് നിർത്തി. സീറത്തുൽ മഹ്ദി ഭാഗം 1 പേജ് 105, 107. അപ്പോൾ വിശദീകരിച്ച് പറഞ്ഞൊരു സംഗതിയാണിത്. അതായത് അപ്പം തന്നെ മനസ്സിലായി, ഈ ഒരൊറ്റ വിശദീകരണത്തിൽ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമല്ല. പക്ഷേ ഇവനെ പറ്റി ആദ്യം പറഞ്ഞ 1-2 വചനങ്ങൾ നമ്മളിപ്പോൾ ആലോചിക്കുകയാണ്. ഫെബ്രുവരിയിലെ പരസ്യത്തിൽ മുബാറക് അഹമ്മദാണ് ഈ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട്, ഈ 4ാമത്തെ കുട്ടിയാണത്, ആ കുട്ടിയാണ് പരാമർശിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. ശത്രുക്കളെ തോൽപ്പിക്കാനും എന്നെ സത്യപ്പെടുത്താനുമായി 99 ജൂൺ 14 ബുധനാഴ്ച അള്ളാഹുവിൻ്റെ വാഗ്ദാനം പൂർത്തിയായി. അത്ഭുതകരമെന്ന് പറയട്ടെ, ആ കുട്ടി ജനിക്കുന്നതിന് മുമ്പേ എന്നോട് സംസാരിച്ചു. 97 ജനുവരി 1 സഹോദരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞു, ഞാനും നിങ്ങളും തമ്മിൽ ഒരു ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. ഒരു ദിവസത്തിന് ശേഷം ഞാൻ നിങ്ങളുമായി കാണും. ഒരു ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 കൊല്ലമാണ്. 3-ാം വർഷം അവൻ ജനിച്ചു. ഈസാ നബി തൊട്ടിൽ വെച്ചാണ് സംസാരിച്ചത്. പക്ഷേ ഈ കുട്ടി 2 പ്രാവശ്യം വയറ്റിൽ വെച്ച് സംസാരിച്ചു. പിന്നെ 899 ജൂൺ 14 അവൻ ജനിച്ചു. അവൻ 4ാമത്തെ കുട്ടിയായിരുന്നു. ആ കണക്കനുസരിച്ച് ഇസ്ലാമിക 4-ാം മാസമായ സഫറിൽ 4-ാം ദിവസമായ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം 4 മണിക്കായിരുന്നു അവൻ്റെ ജനനം. തിങ്കളാഴ്ച അവൻ്റെ മുടി കളഞ്ഞു. ബുധനാഴ്ച 4 മണി മുതൽ ദിവസങ്ങളോളം നീണ്ടു നിന്ന മഴ പെയ്തു. ഇതാണ് തിരിയാക്കുൽ കുലുവിൽ പറയുന്നത്. സഫർ മാസം ഇസ്ലാമിക കലണ്ടർ പ്രകാരം 4-ാം മാസമാണ്. ബാക്കിയുള്ളതൊക്കെ 4 ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞായിരിക്കാം.
ഈ മുബാറക് അഹമ്മദാണ് അടുത്ത വർഷം മരിച്ചുപോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു മരണം തന്നെയായിരുന്നു അത്. അതിൽ പറയുന്നുണ്ട്, മുബാറക് അഹമ്മദിനോട് അതിരറ്റ സ്നേഹമായിരുന്നു മസീദിന്. അവൻ രോഗിയായപ്പോൾ മരുന്നും മറ്റുമായി അടുത്ത് തന്നെ കഴിച്ചുകൂട്ടി. ഹക്കീം നൂറുദ്ദീൻ സാഹിബ് പോലും അവൻ്റെ മരണാസന്ന ഘട്ടത്തിൽ വല്ലാതെ പതറിപ്പോയിരുന്നു. നാഡി പരിശോധിച്ച് കസ്തൂരി കൊണ്ടുവരാൻ പറഞ്ഞു. ആ ശബ്ദം ഇടറിയിരുന്നു. മസീദ് മേശ തുറന്നു കഴിഞ്ഞില്ല. മുബാറക് അഹമ്മദ് അന്ത്യശ്വാസം വലിച്ചു. ഹക്കീം നൂറുദ്ദീൻ സാഹിബ് ബോധരഹിതനായി നിലംപതിച്ചു. ക്ഷമയും സഹനയും കൈവടിയായിരിക്കുക അവനെ സംബന്ധിച്ച ചില ഇൽഹാമി വചനങ്ങൾ പൂർത്തിയായിരിക്കേണ്ടതുണ്ട് എന്ന് നാം കരുതി. പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചത് മറിച്ചായിരുന്നു. നമ്മൾ വളരെ സങ്കടത്തോടു കൂടി വായിച്ചു പോകാവുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. ഓരോരുത്തരെ പറ്റിയുള്ള പ്രവചനം നടത്തുന്നു. ആ പ്രവചനം ഫലിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഉള്ള പ്രയാസങ്ങൾ. അതിൽ ഒരു പയ്യനെ പറ്റി പറയുന്നത് എന്താ, 3-നെ 4 എന്നാണ്. 3-നെ 4 എന്താണ്? 86 ഫെബ്രുവരി 20 പരസ്യത്തിൽ അർത്ഥം പിടികിട്ടാത്ത ഒരു വാചകമുണ്ടായിരുന്നു. 3-നെ 4 എന്നൊരു ഇൽഹാമി വാക്യം. അതിനെപ്പറ്റി പിൽക്കാലത്ത് മിർസ ഖാദിയാനി ഇങ്ങനെ വ്യക്തമാക്കുകയുണ്ടായി: 3 ആൺമക്കളെ അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. ഇനി 4-മതൊരാൾ കൂടി 3-നെ 4 ജനിക്കുമെന്ന് സുവിശേഷം അറിയിച്ചിരിക്കുന്നു. ആ കുട്ടിയെ കാത്തിരിക്കുകയാണ് ഞാൻ. പക്ഷേ ആ കുട്ടി പിന്നെ ജനിച്ചില്ല. പക്ഷേ അതിനെപ്പറ്റിയൊരു മറുപടി പറയാണ്. അത്ഭുതകരമെന്ന് പറയട്ടെ, 86 ഫെബ്രുവരിയിലെ പരസ്യത്തിൽ 4 ആൺമക്കളെ പറ്റി സുവാർത്ത അറിയിച്ചിരുന്നു. 4-ൽ ഒരാൾ പോലും അന്ന് ജനിച്ചിരുന്നില്ല എന്നൊക്കെ പിന്നെ പറയുന്നത്. എന്താണ് 3-നെ 4? അത് ഉമ്മ പറയുന്ന ഒരു കാര്യം സീറത്തുൽ മഹദിയിൽ എടുത്ത് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വാക്കുകൾ എത്ര മഹത്തരമാണ്. 3-നെ 4 വാഗ്ദത്ത പുത്രൻ എന്ന് അള്ളാഹു അറിയിച്ചു. നമ്മുടെ ഇപ്പോഴുള്ള എല്ലാ കുട്ടികളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ 3-നെ 4 എങ്ങനെയാണ് 3-നെ 4? ആദ്യ ഭാര്യയിലെ 2 മക്കളെയും മരണപ്പെട്ട ബഷീർ 1-നെയും കൂട്ടിയാൽ മഹ്മൂദ് അഹമ്മദ് 3-നെ 4. മരിച്ച ബഷീറിനെ ഒഴിച്ചു നിർത്തി ജീവിച്ചിരിക്കുന്നവരെല്ലാം കൂട്ടി ബഷീർ അഹമ്മദ് നിന്നെ 3-നെ 4 കാണാം. ആദ്യ ഭാര്യയിലെ കുട്ടികളെ ഒഴിവാക്കി മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ ബാക്കി ആൺമക്കളെ കണക്കിലെടുത്തുകൊണ്ട് ഷെരീഫ് അഹമ്മദിനെ 3-നെ 4 കാണാം. എൻ്റെ ജീവിച്ചിരിക്കുന്ന മക്കളെ മാത്രം എണ്ണിക്കൊണ്ട് മുബാറക് അഹമ്മദിനെ ഈ വാക്യത്തിൻ്റെ സാക്ഷാത്കാരമായി പരിഗണിക്കാം. ഉമ്മയെ പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു സംഗതി എന്ന് വെച്ചാൽ, ഈ ഉമ്മ തരക്കെടില്ലല്ലോ എന്ന്. ഈ കുട്ടികളുടെയൊക്കെ മാതാവ് 3-നെ 4 എന്നുള്ളതിന് മസീന് ലഭിച്ച ഇതിനും കണ്ടെത്തുന്ന എന്താണ് ഒരു മറുപടിയാണ്. അപ്പോൾ ഇതാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. എന്തൊക്കെ പോരിശകളും മഹത്വങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ആ ഒരു പ്രവചനം ഒരിക്കലും സാക്ഷാത്കരിക്കാൻ അള്ളാഹു അനുമതി കൊടുത്തില്ല. അപ്പോൾ അതൊക്കെ മതിയല്ലോ ഒരാളുടെ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളെ. ഇതൊക്കെ എങ്ങനെയാണ് ഈ ആളുകൾ ന്യായീകരിക്കുക എന്ന് ചോദിച്ചാൽ, ഇതിന് മറുപടി എഴുതാൻ വേണ്ടി ശ്രമിച്ച ഈ നമ്മുടെ എച്ച്.എ. മുഹമ്മദ് ഉമർ സാഹിബ്, അദ്ദേഹം ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. ഈ പുസ്തകങ്ങൾക്കൊക്കെയും മറുപടി പറയുമെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം 2 വാള്യങ്ങൾ എഴുതിയപ്പോഴും ഇതൊന്നും അദ്ദേഹം ടച്ച് ചെയ്തിട്ടില്ല.